വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് അനറ്റോമിസ് ആണ്. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് സയൻസ് പഠിക്കാം അല്ലെ. അപ്പൊ മക്കളെ നമ്മുടെ ക്രിസ്മസ് എക്സാം ഇതാ ഇങ്ങ് എത്തിപ്പോയിട്ടുണ്ട്. എല്ലാ മക്കളും കനത്ത പ്രിപ്പറേഷനിലായിരിക്കും. അപ്പൊ നമുക്ക് ബേസിക് സയൻസിൽ നിന്ന് ഫുൾ മാർക്ക് നമുക്ക് നേടണം. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ ആയ വെൻ ലൈറ്റ് റിഫ്ലക്ട് അല്ലെങ്കിൽ പ്രകാശം പ്രതിപദിക്കുമ്പോൾ എന്ന് പറയുന്ന യൂണിറ്റിലെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എക്സാം എഴുതുന്നതിന് മുന്നോടിയായിട്ട് ഈ ഒരു ക്ലാസ് മുഴുവനായിട്ട് കാണണം. ഈ ഒരു ചോദ്യങ്ങൾ ഉറപ്പായിട്ട് നമുക്ക് എക്സാമിന് വരാവുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഒട്ടും ലാഗ് ഇല്ലാതെ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ് മക്കളെ. ക്ലാസ്സിൽ ഒരു കുട്ടി നിർമ്മിച്ച പെരിസ്കോപ്പിന്റെ ചിത്രമാണ് ഇവിടെ കാണുന്നത്. പെരിസ്കോപ്പിന്റെ നിർമ്മാണത്തിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടോ? വിശദീകരിക്കുക. ഓക്കെ, ദിസ് ഈസ് എ പിക്ചർ ഓഫ് പെരിസ്കോപ്പ് മെയ്ഡ് ബൈ എ ചൈൽഡ് ഇൻ എ ക്ലാസ്. ആർ ദർ എനി ഡിഫക്ട് ഇൻ ദി കൺസ്ട്രക്ഷൻ ഓഫ് പെരിസ്കോപ്പ്? എക്സ്പ്ലെയിൻ. അപ്പൊ ഈ പെരിസ്കോപ്പിനെ പറ്റി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇവിടുത്തെ പെരിസ്കോപ്പ്, അതായത് നമ്മൾ പഠിച്ച പെരിസ്കോപ്പിൽ നമ്മൾ പ്ലെയിൻ മിററുകളാണ് യൂസ് ചെയ്യുന്നത്. അതായത് 2 പ്ലെയിൻ മിറർ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ പ്ലെയിൻ മിററിന്റെ കേസിൽ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിപ്പോ പ്ലെയിൻ മിറർ വരയ്ക്കുന്ന സമയത്ത് അതിൽ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ജസ്റ്റ് നമ്മൾ ഷെയ്ഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ഒരു ഷെയ്ഡ് ചെയ്ത പോർഷൻ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ആ ഒരു സൈഡില് റിഫ്ലക്ഷൻ നടക്കത്തില്ല എന്നാണ്. അതായത് മക്കളെ, ഈ ഒരു പോളിഷ്ഡ് ആയിട്ടുള്ള ഭാഗമില്ലേ, അതായത് ഈ ഒരു സ്മൂത്ത് ആയിട്ടുള്ള സർഫസിലായിരിക്കും എപ്പോഴും എന്ത് സംഭവിക്കുന്നത്, റിഫ്ലക്ഷൻ പോസിബിൾ ആവുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ കൊള്ളണം. എന്നിട്ട് വേണം നമുക്ക് ഈ ഒരു ചിത്രത്തിലേക്ക് നമുക്ക് നോക്കാൻ. അപ്പൊ നമുക്ക് ഇവിടെ ജസ്റ്റ് ഈ ഒരു ചിത്രം നമുക്ക് നോക്കിയാൽ അറിയാം. 2 പ്ലെയിൻ മിറർ നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി സപ്പോസ് ഇവിടെ ഒരു ട്രീ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ഒരു ട്രീ ആണ് നമ്മൾ ഈ ഒരു സൈഡിലൂടെ കാണുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ചുറ്റുമുള്ള വസ്തുക്കളെ കാണുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ മരത്തെ നമ്മൾ കാണുന്നത്? ആ മരത്തിൽ നിന്നും വരുന്ന ലൈറ്റ് നമ്മുടെ കണ്ണിലെത്തണം അല്ലേ. അപ്പൊ ഈ ഒരു മരത്തിൽ നിന്നും ആദ്യം ഇതാ ലൈറ്റ് ഈ ഒരു ഫസ്റ്റത്തെ നമ്മുടെ പ്ലെയിൻ മിററിൽ വന്ന് പതിക്കുന്നുണ്ട്. അപ്പൊ നോക്കിയാൽ തന്നെ അറിയാം ഈ ഒരു പ്ലെയിൻ മിറർ ശരിയായ ദിശയിലാണ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. കാരണം അതിന്റെ ആ ഒരു ഷെയ്ഡർ റീജിയൻ അല്ല, നേരെ മറിച്ച് ആ പറയുന്ന റിഫ്ലക്റ്റിംഗ് സർഫസിലൂടെ തന്നെയാണ് നമ്മുടെ ലൈറ്റ് വന്ന് പതിക്കുന്നതും റിഫ്ലക്ഷൻ നടക്കുന്നതും. എങ്കിൽ ഇതാ ഇവിടെ നിന്നും നമ്മുടെ ലൈറ്റ് ആദ്യത്തെ തവണ റിഫ്ലക്ഷൻ സംഭവിച്ച് 2ാമത്തെ പ്ലെയിൻ മിററിലേക്ക് വന്നു. പക്ഷെ 2ാമത്തെ പ്ലെയിൻ മിറർ വെച്ചിരിക്കുന്ന രീതി എങ്ങനെയാണ്? അത് തെറ്റായിട്ടാണ് വെച്ചിരിക്കുന്നത്. കാരണം ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം മക്കളെ, നമ്മുടെ ആ ഒരു ഷെയ്ഡർ റീജിയനിലേക്കാണ് ഈ ഒരു ലൈറ്റ് വന്ന് പതിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു ഈ ഷെയ്ഡർ റീജിയനിലേക്കല്ല ലൈറ്റ് വന്ന് പതിച്ച് റിഫ്ലക്ഷൻ നടക്കുന്നത്, നേരെ മറിച്ച് അതിന്റെ ഓപ്പോസിറ്റ് സൈഡായ ഈ ഒരു പോളിഷ്ഡ് ആയിട്ടുള്ള പാത്തിലേക്ക് വേണം, അല്ലെങ്കിൽ ആ ഒരു റീജിയനിലേക്ക് വേണം ലൈറ്റ് വരേണ്ടത്. എങ്കിൽ മാത്രമേ അവിടെ നിന്നും വീണ്ടും റിഫ്ലക്ട് ചെയ്ത് വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു 2ാമത്തെ പ്ലെയിൻ മിററിൽ വെച്ച് നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റില്ല? യെസ്, നമ്മുടെ ആ ഒരു കാഴ്ച നമുക്ക് ബ്ലോക്ക് ആയിട്ടുണ്ട്. കാരണം അവിടം വരെ ലൈറ്റ് വരുന്നുള്ളൂ, പിന്നീട് അത് റിഫ്ലക്ട് ചെയ്ത് നമ്മുടെ കണ്ണിലേക്ക് അത് വരുന്നില്ല. അതുകൊണ്ട് തന്നെ എവിടെയാണ് തെറ്റ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത ചോദ്യം സാധാരണഗതിയിൽ വരുന്ന എന്തായിരിക്കും? യെസ്, ഇത് ശരിയായിട്ട് വരയ്ക്കാനായിരിക്കും വരുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് നമ്മൾ ശരിയായിട്ട് വരയ്ക്കേണ്ടത്? നമ്മൾ പഠിച്ചതാണ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം. സപ്പോസ് ഇവിടെയാണ് ആ ഒരു മരം ഉള്ളതെങ്കിൽ ആദ്യം തന്നെ ഇതാ ഈ ഒരു പ്ലെയിൻ മിററിലേക്ക് വരുന്നു. അപ്പൊ ഈ ഒരു സൈഡിലാണ് നമ്മുടെ ആ ഒരു ഷെയ്ഡർ റീജിയൻ. അവിടെ നിന്നും ലൈറ്റ് ഇതാ റിഫ്ലക്ട് ചെയ്തിട്ട് ഈ ഒരു സൈഡിലേക്ക് വന്നു. ആ ഒരു ഷെയ്ഡർ റീജിയൻ എന്ന് പറയുന്നത് ഈ സൈഡിലാണ്. എന്നിട്ട് അവിടെ നിന്നും വീണ്ടും റിഫ്ലക്ട് ചെയ്ത് നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നു. അപ്പൊ ഇതിന് കാരണമായിട്ടുള്ള, അല്ലെങ്കിൽ ഇതിന്റെ ആ ഒരു പ്രിൻസിപ്പിൾ എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ശാസ്ത്ര ആശയം എന്താണെന്ന് ചോദിച്ചാൽ മക്കൾ പറയണം മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. ഓക്കെ, ആവർത്തന പ്രതിപതനം. കാരണം ഇവിടെ ഒന്നിലധികം തവണ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്. ആദ്യം ഇതാ ഈ ഒരു പ്ലെയിൻ മിററിൽ നിന്ന് റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്, പിന്നെ ഇതാ ഈ ഒരു പ്ലെയിൻ മിററിൽ നിന്നും റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ നോട്ട് ചെയ്യുക. ഇവിടുത്തെ പ്ലെയിൻ മിററിന്റെ ആ ഒരു പ്ലേസ്മെന്റ് ആണ് പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി 2ാമത്തെ പ്രധാനപ്പെട്ട ഒരു പോർഷൻ എന്ന് പറയുന്നത് കോണളവും പ്രതിബിംബങ്ങളുടെ എണ്ണവും എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തു നിന്നായിരിക്കും. നമുക്കറിയാം 2 പ്ലെയിൻ മിററുകൾ തമ്മിൽ നമ്മളൊരു പെർട്ടിക്കുലർ ആംഗിൾ വെച്ചാൽ അവിടെ എത്ര നമ്പർ ഓഫ് ഇമേജസ് ഉണ്ടാവുന്നു എന്ന് നമുക്ക് ഒരു ഇക്വേഷനിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. ആ ഇക്വേഷൻ ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അതായത് 360 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1. ഇപ്പൊ സപ്പോസ് 2 പ്ലെയിൻ മിറർ തമ്മിൽ നമ്മൾ 60 ഡിഗ്രിയിലാണ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ 60 ഡിഗ്രിയിൽ പ്ലേസ് ചെയ്ത 2 പ്ലെയിൻ മിററുകൾക്കിടയിൽ എത്ര ഇമേജസ് ഉണ്ടാവും എന്നൊരു ചോദ്യം വന്നാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ഇക്വേഷൻ വെച്ച് എഴുതാൻ വേണ്ടി പറ്റും. അതായത് ആ ഒരു കോണളവ്, അതായത് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് 60 ഡിഗ്രി എന്നാണ്. ഈ ഒരു 60 ഡിഗ്രിയാണ് നമ്മൾ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഇമേജ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 360 ഡിവൈഡഡ് ബൈ എക്സിന് പകരം നമ്മൾ 60 കൊടുക്കണം, -1 വരും. അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 360 ഡിവൈഡഡ് ബൈ 60 എന്ന് പറഞ്ഞാൽ 6 ആണ്. 6 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ആണ്. അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഇങ്ങനെ ആ ഒരു ആംഗിൾസ് നമുക്ക് മാറ്റി 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 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. നിങ്ങൾ എന്താണെങ്കിലും ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കണം. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു കോണളവ് കൂടുന്നതിനനുസരിച്ച് നമ്പർ ഓഫ് ഇമേജ് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട് എന്ന ആ ഒരു പോയിന്റും നിങ്ങൾ ശ്രദ്ധയിൽ ഉൾപ്പെടുത്തണം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ മക്കളെ. 2 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ പഠിച്ചിട്ട് പോകണം. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.